വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണ നിയമ ഭേദഗതി 2023 അതിൻ്റെ ഭേദഗതികളെ പറ്റിയുള്ള ക്ലാസ്സിൽ 10ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 63 64 വകുപ്പുകളെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, സെക്ഷൻ 63 ആൻഡ് 64 ഓഡിറ്റിനെ പറ്റിയാണ്. അപ്പോൾ സഹകരണ സ്ഥാപനത്തിൽ ആഡിറ്റ് സംബന്ധിച്ചിട്ടുള്ള രീതികളും അതാരാണ് ആഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയെല്ലാമാണ് 63 64 വകുപ്പുകളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. അതിൽ വന്നിട്ടുള്ള ഭേദഗതികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വളരെ കാര്യമായ ഭേദഗതികൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. പുതിയ ഈ ഭേദഗതി വന്നതോടുകൂടി 63 64 വകുപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ സശ്രദ്ധം മനസ്സിലാക്കേണ്ടതാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മാൽപ്രാക്ടീസ് തടയുന്നതിനൊക്കെ വേണ്ടി ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ കണ്ടു. അതോടനുബന്ധിച്ച് ആഡിറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് സെക്ഷൻ 63 അമെൻഡ്മെൻറ്റ്, 63-ാം വകുപ്പിൻ്റെ ഭേദഗതി. 63-ാം വകുപ്പ് പറയുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ്. സഹകരണ ആഡിറ്റ് ഡയറക്ടർ. ഇതിനകത്ത് ഇൻ സബ്സെക്ഷൻ 4 ആഫ്റ്റർ ദ ഫസ്റ്റ് പ്രൊവിസോ ദ ഫോളോയിങ് പ്രൊവിസോ ഷാൽ ബി ആഡഡ്. ഇപ്പോൾ ഈ 4-ാം ഉപവകുപ്പിൽ ആദ്യത്തെ ക്ലിപ്ത നിബന്ധനയ്ക്ക് ശേഷം ഇനി പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്. അപ്പം നമ്മൾ നിലവിൽ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, 4-ാമത്തെ പ്രൊവിസോ എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഇയർ. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി കോസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഇയർ. ഓരോ വർഷവും, വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ സഹകരണ സംഘങ്ങളും ഓഡിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം മാനേജിംഗ് കമ്മിറ്റിക്കാണ്. പ്രൊവൈഡഡ് ദാറ്റ്, അതിൻ്റെ 4-ാമത്തെ പ്രൊവിഷൻ, പ്രൊവൈഡഡ് ദാറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിതിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. ഓരോ സാമ്പത്തിക വർഷവും തീർന്നതിന് ശേഷം 6 മാസത്തിനകം ആ സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്റ് ആരംഭിച്ചിരിക്കണം എന്നാണ് പറയുക. എവരി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിതിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനകം ഓഡിറ്റ് ആരംഭിച്ചിരിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4-ാമത്തെ പ്രൊവിഷൻ നമ്മൾ കണ്ടു. അതിനുശേഷം ഇതും കൂടെ ചേർക്കുകയാണ് ഇനി പറയുന്നത്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്, financial statements for that purpose shall be
duly certified by the auditor within 3 months from the end of the financial year. അപ്പോൾ നാലാമത്തെ പ്രൊവിഷൻ നമ്മൾ കണ്ടു, ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ച് 6 മാസത്തിനകം ആ സംഘത്തിൻ്റെ ഓഡിറ്റ് ആരംഭിച്ചിരിക്കണം, ഓഡിറ്റ് നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം എന്ന് മാത്രമല്ല, ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായ സംഘങ്ങളുടെ കാര്യത്തിൽ പ്രസ്തുത ആവശ്യത്തിലേക്കുള്ള ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സാമ്പത്തിക വർഷം അവസാനിച്ച് 3 മാസത്തിനകം ഓഡിറ്റർ യഥാവിധി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്, സർട്ടിഫൈ ചെയ്യേണ്ടതാണ് എന്നും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം provided further that in the case of those societies which are liable to file income tax returns ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായ സംഘങ്ങളുടെ കാര്യത്തിൽ ഫൈനാൻഷ്യൽ statements for that purpose shall be duly certified by the auditor. പ്രസ്തുത ആവശ്യത്തിലേക്കുള്ള ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് സാമ്പത്തിക വർഷം അവസാനിച്ച് 3 മാസത്തിനകം ഓഡിറ്റർ യഥാവിധി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതാണ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിതിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഇതാണ് കൂടുതലായിട്ട് ചേർക്കേണ്ട ഒരു പ്രൊവിഷൻ. 4ാമത്തെ സബ്സെക്ഷനിലെ നിലവിലുള്ള പ്രൊവിഷന് ശേഷമാണ്. ഇനി അടുത്തത് സബ്സെക്ഷൻ 9, 9ാമത്തെ സബ്സെക്ഷനാണ്. 9ാമത്തെ സബ്സെക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇൻ സബ്സെക്ഷൻ 9, ഫോർ സബ്സെക്ഷൻ 9 ആൻഡ് ദ പ്രൊവിസോ thereto the following subsection shall be substituted. പകരം ചേർക്കണം. ഇപ്പം നിലവിൽ 9ാമത്തെ സബ്സെക്ഷനിൽ every cooperative society shall cause to be audited by an auditor or auditors or team of auditors referred to in subsection 8 appointed by the general body or special general body from among the panel of auditors approved by the director of cooperative audit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇനി പറയുന്ന ഒരു സബ്സെക്ഷനാണ് 9ാമത്തെ സബ്സെക്ഷൻ ചേർക്കേണ്ടത്. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി composition, structure of the team, mode of conducting audit, mode of processing and preparing audit report shall be included in the scheme approved by the state government. അപ്പോൾ പുതുതായിട്ട് ഇപ്പം നിലവിലുള്ള ഞാൻ ടെസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം വായിച്ചു. അതിനുശേഷം അതിന് പകരം ചേർക്കേണ്ടതാണ്. അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഏതൊരു സഹകരണ സംഘവും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്ത പദ്ധതിക്ക് അനുസൃതമായി സഹകരണ ഓഡിറ്റ് ഡയറക്ടർ നിയമിക്കുന്ന ഓഡിറ്റർമാരുടെ ഒരു ടീമിനെ കൊണ്ട് ഓഡിറ്റ് നടത്തിക്കേണ്ടതാണ്. ഇനി ദി കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ടീം, മോഡ് ഓഫ് കണ്ടക്ടിങ് ദി ഓഡിറ്റ്, mode of processing and preparing audit report shall be included in the scheme approved by the state government. ടീമിൻ്റെ രൂപീകരണവും ഘടനയും ഓഡിറ്റ് നടത്തുന്ന രീതി, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രോസസ്സ് ചെയ്യലിൻ്റെയും അതുപോലെ തയ്യാറാക്കലിൻ്റെയും രീതി
എന്നിവ സർക്കാർ അംഗീകരിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ 9ാമത്തെ സബ്സെഷൻ കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ്. മുഴുവൻ മാറ്റി ഇങ്ങനെയാണ് വരുന്നത്: ഏതൊരു സഹകരണ സംഘവും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്തതുമായ പദ്ധതിക്കനുസൃതമായി സഹകരണ ഓഡിറ്റ് ഡയറക്ടർ നിയമിക്കുന്ന ഓഡിറ്റർമാരുടെ ഒരു ടീമിനെ കൊണ്ട് ഓഡിറ്റ് നടത്തിക്കേണ്ടതാണ്. ടീം ഓഡിറ്റ് നിലവിൽ വന്നതിന് ശേഷമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടീം ഓഡിറ്റാണ്, ഒരു ടീമായിട്ട് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടീം സംഘത്തിൽ ചെന്ന് 3-4 ഓഡിറ്റർമാർ ഒരു ടീമിൻ്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ADO അല്ലെങ്കിൽ DDO ഒക്കെ ഉണ്ടാവും. ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഓഡിറ്റ് ചെയ്യുക. അതാണ് ടീം ഓഡിറ്റ്. ആ ടീം ഓഡിറ്റിനെ കൊണ്ടാണ് ഓഡിറ്റ് നടത്തിക്കേണ്ടത്. അപ്പോൾ ആ ടീമിൻ്റെ രൂപീകരണം, അതിൻ്റെ ഘടന, ഓഡിറ്റ് നടത്തുന്ന രീതി, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന രീതി, ഇതെല്ലാം സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പദ്ധതി ഉൾപ്പെടുത്തേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 10ാമത്തെ വകുപ്പിൽ മാറ്റം. സബ്സെഷൻ 10 ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് ഫോളോസ്. അതും പകരമാണ്. 10ാമത്തെ നിലവിലുള്ള സബ്സെഷൻ എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ഷാൽ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റീസ് ഷാൽ ബി ഓഡിറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട്സ് ടു ദ DCA. ഇതാണ് നിലവിലുള്ള 10ാമത്തെ സബ്സെഷൻ. അതിന് പകരമായിട്ട് ഇനി ഇങ്ങനെയാണ് ചേർക്കുക: ദ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൽ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഷാൽ ബി administrative matters and related accounts of assisted apex societies shall be audited by the departmental auditors and submit the audit report to the Director of Cooperative Audit. If the audit discloses any misappropriation or fraud or defalcation of money or property or assets of the society, audit team shall prepare a special report and forward the same to the Director of Cooperative Audit and the Registrar of Cooperative Societies. The Registrar himself or the Director of Cooperative Audit, in consultation with the Registrar, shall forward the special report to the Vigilance Officer appointed under section 68A for detailed enquiry. അപ്പോൾ 10ാമത്തെ സബ്സെഷൻ നിലവിലുള്ളത് മാറ്റി വളരെ വിസ്തരിച്ച് പുതിയൊരു സബ്സെഷൻ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വായിച്ചത്. അത് എന്താണ് നമുക്ക് മലയാളത്തിൽ നോക്കാം. 10ാമത്തെ സബ്സെഷൻ നിലവിലുള്ളതിൻ്റെ പകരം എന്താണ്? എല്ലാ അപ്പെക്സ് സംഘങ്ങളുടെയും എല്ലാ ഗ്രാമീണ സഹകരണ ബാങ്കുകളുടെയും ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ അപ്പെക്സ് സംഘങ്ങളുടെയും എല്ലാ ഗ്രാമീണ സഹകരണ ബാങ്കുകളുടെയും ധനപരമായ കണക്കുകൾ സഹകരണ ഓഡിറ്റ് ഡയറക്ടർ അംഗീകരിച്ച പാനലിൽ നിന്നുള്ള ഓഡിറ്റിംഗ് ഫേമുകളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ടതും auditing firm from among the panel approved by the Director of Cooperative Audit and all administrative matters ഫേമുകളെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ടതും സഹായം ലഭിച്ച അപ്പെക്സ് സംഘങ്ങളുടെ ഭരണപരമായ വിഷയങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഭരണപരമായ വിഷയങ്ങളും അനുബന്ധ കണക്കുകളും വകുപ്പ് തല ഓഡിറ്റർമാരെ കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കേണ്ടതും ഓഡിറ്റ് റിപ്പോർട്ടുകൾ സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതുമാണ്. മനസ്സിലായല്ലോ? ദ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൽ ബി
audited by the auditing firms from among the panel approved by the Director of Cooperative Audit, and the administrative matters and related accounts of assisted apex societies shall be audited by the departmental auditors and submit the audit report to the Director of Cooperative Audit. ഇനി അതിനോട് ചേർത്ത് അടുത്ത സെൻറ്റൻസാണ്, if the audit discloses any misappropriation or fraud or defalcation of money or property or assets of the society, audit team shall prepare a special report and forward the same to the Director of Cooperative Audit and Registrar. പ്രസ്തുത ആഡിറ്റിൽ സംഘത്തിൻ്റെ പണമോ വസ്തുക്കളോ സ്വത്തുക്കളോ തിരിമറി നടത്തിയെന്നോ എന്തെങ്കിലും ദുരുപയോഗമോ തട്ടിപ്പോ പണാപഹരണമോ ചെയ്തെന്നോ വെളിപ്പെട്ടാൽ ആഡിറ്റ് ടീം ഒരു പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും അത് സഹകരണ സംഘ ആഡിറ്റ് ഡയറക്ടർക്കും രജിസ്ട്രാർക്കും അയച്ചു കൊടുക്കേണ്ടതുമാണ്. ഡയറക്ടർക്കും കൊടുക്കണം, രജിസ്ട്രാർക്കും കൊടുക്കണം. രജിസ്ട്രാർ നേരിട്ടോ അല്ലെങ്കിൽ സഹകരണ ആഡിറ്റ് ഡയറക്ടറോ രജിസ്ട്രാറുമായി കൂടിയാലോചിച്ചുകൊണ്ടോ ഒരു വിശദമായ അന്വേഷണ വിചാരണയ്ക്കായി വകുപ്പ് 68A പ്രകാരം നിയമിതനായ വിജിലൻസ് ഓഫീസർക്ക് പ്രത്യേക റിപ്പോർട്ട് അയച്ചു കൊടുക്കേണ്ടതാണ്. The registrar himself or the DCA in consultation with the registrar shall forward the special report to the vigilance officer appointed under section 68A for detailed enquiry. അപ്പോൾ അങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓഡിറ്റ് ടീം ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കണം. ആ സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി അത് സഹകരണ ആഡിറ്റ് ഡയറക്ടർക്ക് അതുപോലെ തന്നെ രജിസ്ട്രാർക്കും അയച്ചു കൊടുക്കണം. അപ്പം രജിസ്ട്രാർ നേരിട്ട് അല്ലെങ്കിൽ സഹകരണ ആഡിറ്റ് ഡയറക്ടറോ ആയിട്ട് സഹകരണ ആഡിറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ സഹകരണ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായിട്ട് കൂടിയാലോചിച്ചോ ഒരു വിശദമായ അന്വേഷണ വിചാരണയ്ക്കായിട്ട് അടുത്ത നടപടി എന്നുള്ളതാണ്. 68A പ്രകാരം നിയമിതനായിരിക്കുന്നത് നിങ്ങൾക്കറിയാം, വിജിലൻസ് ഓഫീസർ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ഓഫീസ്. അപ്പോൾ 68A പ്രകാരം ആണ് അങ്ങനെ സർക്കാർ ഈ വിജിലൻസ് ഓഫീസറെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ വിജിലൻസ് ഓഫീസർക്ക് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് കൈമാറേണ്ടതാണ്. അതാണ് ഈ 10ാമത്തെ സബ്സെഷൻ മാറ്റി പുതിയ സബ്സെഷൻ വരുത്തിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സബ്സെഷൻ 12 ചെറിയൊരു മാറ്റമുണ്ട്. ഫോർ ദ വേർഡ്സ് ഹൂ നീഡ് നോട്ട് ബി, the words who shall be from among the shall be substituted. അപ്പോൾ 12ാമത്തെ വകുപ്പിൽ അവർ സംഘത്തിലെ അംഗങ്ങളായിരിക്കണമെന്നില്ല, അവരിൽ നിന്നും, അതിന് പകരമായിട്ട് അംഗങ്ങളിൽ നിന്നും എന്ന് ചേർക്കേണ്ടതാണ്. ഹൂ നീഡ് നോട്ട് ബി അവരായിരിക്കണമെന്നില്ല, അവർ സംഘത്തിലെ അംഗങ്ങളായിരിക്കണമെന്നില്ല. ഇങ്ങനെയാണ് വരിക. നോട്ട് മോർ ദാൻ 3 persons who need not be members of the society, one among them as convener എന്നാണ് നിലവിലുള്ളത്. അപ്പോൾ നോട്ട് മോർ ദാൻ 3 persons who shall be from among the members of the society. who need not be എന്നുള്ള ഒരു സംഘത്തിലെ അംഗങ്ങളായിരിക്കണമെന്നില്ല എന്നുള്ളത് അത് മാറ്റിയിട്ട് who shall be from among the, അംഗങ്ങളിൽ നിന്നും മാത്രം മതി. അത്
പകരം ചേർക്കേണ്ടതാണ്, മാറ്റി ചേർക്കുക. ഇനിയും ആഫ്റ്റർ സബ്സെക്ഷൻ 12 ദ ഫോളോയിങ് സബ്സെക്ഷൻ ഷാൽ ബി ഇൻസേർട്ടഡ്. 12ാമത്തെ വകുപ്പിന് ശേഷം പുതുതായിട്ട് 12A എന്നും പറഞ്ഞൊരു സബ്സെക്ഷനും കൂടെ വരികയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് 12A? No auditor or auditing firms or team of auditors shall be entertained with the audit of a cooperative society for more than 2 consecutive audits എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സഹകരണ സംഘത്തിൻ്റെ ആഡിറ്റിൽ തുടർച്ചയായ 2-ൽ കൂടുതൽ ആഡിറ്റുകളിൽ ഒരു ആഡിറ്ററെയോ അല്ലെങ്കിൽ ആഡിറ്റിംഗ് ഫേമുകളെയോ അല്ലെങ്കിൽ ഓഡിറ്റർമാരുടെ ടീമിനെയോ ചുമതലപ്പെടുത്താൻ പാടില്ലാത്തതാകുന്നു. അപ്പം അത് ഓഡിറ്റ് ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഡിറ്റർ ആയിക്കോട്ടെ, അവരെ തുടർച്ചയായിട്ട് 2 വർഷം 2 വർഷത്തിൽ കൂടുതൽ ആ സഹകരണ സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു സഹകരണ സംഘത്തിൻ്റെ ആഡിറ്റിൽ തുടർച്ചയായ 2-ൽ കൂടുതൽ ആഡിറ്റുകളിൽ ഒരു ആഡിറ്ററെയോ അല്ലെങ്കിൽ ആഡിറ്റിംഗ് ഫേമുകളെയോ അല്ലെങ്കിൽ ആഡിറ്റർമാരുടെ ടീമിനെയോ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയോ ചുമതലപ്പെടുത്താൻ പാടില്ല. തുടർച്ചയായിട്ട് അവർ തന്നെ ആ സംഘങ്ങളിൽ ഓഡിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. 2 പ്രാവശ്യം മാത്രം മതി. തുടർച്ചയായ 2 ഓഡിറ്റ് അവർക്ക് അവിടെ നടത്താൻ സാധിക്കത്തുള്ളൂ. ഇത്രയാണ് 63ാമത്തെ വകുപ്പിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് 64ാമത്തെ വകുപ്പിൽ വന്നിരിക്കുന്ന കാതലായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കേണ്ടത്. 64 എന്ന് പറയുന്നത് അറിയാം. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ്. ഇപ്പോൾ ഓഡിറ്റിൻ്റെ ഡയറക്ടറുടെ അധികാരങ്ങൾ, അതുപോലെ തന്നെ ആ ഓഡിറ്റിൻ്റെ രീതി ഒക്കെയാണ് 64ാമത്തെ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ധാരാളം അമെൻഡ്മെൻറ്റ്സ് 64ാമത്തെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ 63, 64 ഓഡിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ സെക്ഷൻസാണ്. അപ്പോൾ 63, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള 63ാമത്തെ സെക്ഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് സബ്സെക്ഷൻ 4 മാറ്റമുണ്ട്, അതുപോലെ സബ്സെക്ഷൻ 9 പാടെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ സബ്സെക്ഷൻ 10 പൂർണ്ണമായും മാറ്റി വേറെ വന്നിട്ടുണ്ട്. സബ്സെക്ഷൻ 12 ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 12-ന് ശേഷം 12A എന്നും പറഞ്ഞ് പുതിയൊരു സബ്സെക്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ സശ്രദ്ധം കേട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഇതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ക്ഷണിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓഡിറ്റുമായി വീണ്ടും കാണാം.